ഞാൻ ചെറുപ്പത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന് എനിക്ക് ദൈവം തന്ന നിധി എന്നെ ഭർത്താവ്. ഇവിടെ കിടക്കുമ്പോൾ കൂട്ടുകാരൊക്കെ വീട്ടിൽ ചെന്നിട്ട് വരുമ്പോൾ പറയും, അതൊക്കെ പ്രകാരം ചേച്ചിയുടെ അവസ്ഥ ഏറ്റവും കണ്ട് മനസ്സിലാക്കിയ മക്കളാണ് ഇവര്. അത് തന്നെ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയാം. അപ്പൊ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇത്രയും നാളും ശ്രുതി ചേച്ചിയും മക്കളും താമസിച്ചത്. നമുക്ക് പോകാനുള്ള ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇവിടെ കിടന്നാ പറ്റാത്ത വേറെ ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ആ വഴി കാണുമ്പോൾ മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലേണ്ടതെന്ന്. ഞങ്ങൾക്ക് വലിയ വലിയ അസുഖങ്ങളൊന്നും വന്ന് മരിക്കാഞ്ഞത് ഞങ്ങൾ പ്രാർത്ഥന കൊണ്ടായിരിക്കും. അത്രയ്ക്കും ജീർണിച്ച അവസ്ഥ ഞങ്ങൾക്ക്. എങ്ങനെയാ ചേച്ചി ഈ ഒരു വഴി കൂടി വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നേ? ഈ കുറച്ച് വെയിലത്ത് പാടുന്നു പറഞ്ഞാൽ വീട്ടിൽ ഞാൻ ഇതുപോലെ പണി ചെയ്തിട്ട് വന്ന ഒരാളായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിസ്ക് പിടിച്ച ഇടപാടല്ല. എങ്ങനെയാണ് ഈ വീട്ടില് താമസിച്ചേ? നിങ്ങൾ ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് ശ്രുതി ചേച്ചി ഇത്രയും നാളും വന്നോണ്ടിരുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല. കാരണം നടക്കുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നൊരു വഴിയാണിത്. ശരിക്കും നമുക്ക് നല്ല ചെരുപ്പ് ഡ്രസ് ഒന്നും ഇടാനുള്ള യോഗമില്ല. 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. എന്താ ചേച്ചി പറയാനുള്ളത്? പഴയ ഓർമ്മയോട് പോയാൽ ദുരിതം മാത്രമായിരിക്കും. ഇപ്പോഴും അങ്ങനെ പറഞ്ഞാൽ തന്നെ പ്രശ്നം. ഇനി എല്ലാ വീഡിയോയിലും വന്ന് കഷ്ടപ്പെട്ടതൊക്കെ പറയുമ്പോൾ ആൾക്കാർ, പക്ഷെ കഷ്ടപ്പെട്ടവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഒരു ചെറിയ ഇടിച്ചിരി ബമ്പർ ചിരിയിലൂടെ എല്ലാവർക്കും പരിചിതയാണ് നമ്മുടെ ശ്രുതി ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെയും പിന്നെ ഫാമിലിയുടെയും കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഇവിടുന്നാണ് തുടക്കം അല്ലേ? ചേച്ചിയുടെ വീട് ഇവിടെയാണ് നമ്മളെ. അപ്പം ഇവിടുന്ന് ഒരു തുടക്കത്തിലൂടെയാണ് നമ്മൾ എല്ലാവരിലേക്കും വന്നത്. അപ്പം എൻ്റെ രജിസ്റ്ററുടെ വീടാണ് ഇവിടെ. ഇപ്പൊ ഞങ്ങളെ വാടക താമസിക്കുക എരമല്ലൂരാണ്. അപ്പൊ എനിക്ക് ആഗ്രഹമായിരുന്നു ഒന്നുകൂടെ ഈ സ്ഥലത്ത് വരണമെന്നും ഇവിടെ കാണിക്കണം എന്നുമായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഈ കാണുന്ന പറമ്പിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറുവശമാണ് ഇത്. ഇവിടെയാണ് ഞാൻ തൊഴിലുറപ്പെടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ഇതേപാടത്തൊരു ഓഡീഷൻ വരുന്നത്. ഇങ്ങനെ ഒരു ചിരി പമ്പർ ചിരി ഈ കാർത്തിക് സൂര്യ വരുന്നുണ്ട്. ആർക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പൊ ഈ പറമ്പിൽ നിന്നാണ് ഞാൻ കാണാൻ പോയത്. ഞാനാണ് ഇപ്പൊ ഈ ലെവലിൽ ഇവിടെ നിൽക്കുന്നത്. ആ പറമ്പിൽ നിന്ന് കാണാൻ പോയ ആ വ്യക്തിയാണ് ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് ഞാൻ ഇവിടുന്ന് തുടങ്ങിയെന്ന് പറയാൻ കാരണം ഉണ്ടായത്. അപ്പൊ നമുക്ക് ഈ വഴി കൂടിയാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ളത്. ഒത്തിരി നിങ്ങളുടെ മലയാള കേരളത്തിൽ തന്നെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ള സ്പോട്ടാണ് ഇവിടെ എൻ്റെ വീട്. അപ്പൊ ഈ വഴിയെ പോകുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച ഇടപാടാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്നാലും ഇവിടെ രക്ഷപ്പെട്ടു പോകത്തില്ല. അറിയാമല്ലാതെ, കാരണം ഈ ഒരു വരമ്പേ ഉള്ളൂ ഈ വഴി ഇതിങ്ങോട്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് കള്ളനൊക്കെ വന്നാൽ രക്ഷപ്പെട്ടു പോകാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ഏരിയാണ്. പിന്നെ രാത്രിയൊക്കെ അമ്മയ്ക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഇവിടെ താമസിക്കുന്ന ഈ തുരുത്തി താമസിക്കുന്ന എല്ലാവരും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അമ്മമാരും അച്ഛന്മാരുമാണ്. അപ്പൊ അവർക്കൊക്കെ രാത്രി എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ്. ഒരു വഴിലേറ്റ് പോലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ചന്ദ്രൂർ അരൂർ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോയെന്ന് ആർക്കും അറിയാവുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു 17 വർഷമായിട്ടും ഞങ്ങളുടെ വഴിയും പറമ്പും ഇങ്ങനെ തന്നെയാണ്. അതിൽ ശരിക്കും വിഷമം, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കാരണം ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെ പൊടിയേറെ സമയത്ത് എളി വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ അത് കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴല്ല, ഇപ്പൊ ഇവിടുന്ന് മാറിയിട്ട് 4-5 മാസമായിട്ടുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ ആയിരുന്നു. ഞാൻ ഒത്തിരി നിറയിച്ചേ ഇവിടെ കിടന്നിട്ട്. ഇവിടെ ജീവിക്കുന്നവർക്കറിയാം ഇവിടുത്തെ വിഷമം എന്താണെന്ന്. ശരിക്കും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറിനെ കുറ്റം പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരി ഈ വഴിയുടെ ഇതൊക്കെ സാങ്ഷനാക്കി തന്നതാണ്. പക്ഷേ പുറത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് വരും ആളെയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവർ കൺസെന്റ് വരാത്തതുകൊണ്ട് മാത്രമാണ്
ഈ വഴി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അതിൽ ആരെങ്കിലും നല്ല ആൾക്കാരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വഴി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ അളന്നു പോയേക്കുന്ന വഴിയാണ്. ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ അധികാരികളൊക്കെ ഒന്ന് ഇടപെട്ടാൽ സെറ്റാകും, കിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഇവിടുന്ന് ഒരു തുടക്കമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ലോ. അപ്പൊ അത് എന്തെന്നാണ് കാര്യം എന്നൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നിങ്ങൾക്ക്. ചേച്ചി വിശദമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. എപ്പോഴും ചേച്ചിക്ക് ഇമോഷൻസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ. നമുക്ക് അങ്ങോട്ടേക്ക് പോയി ഇത് ചെറിയൊരു വഴിയാണ്. ശരിക്കും ഭയങ്കര സങ്കടം നമുക്ക് ഒരു വഴി കാണുമ്പോൾ. എന്താ ചേച്ചി പറയാനുള്ളത്? പഴയ ഓർമ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ ഓർമ്മയോട്ട് പോയാൽ ദുരിതം മാത്രമായിരിക്കും. കാരണം എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ തന്നെ പ്രശ്നം. ഇനി എല്ലാ വീഡിയോയിലും വന്ന് കഷ്ടപ്പെട്ടതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പക്ഷെ കഷ്ടപ്പെട്ടവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. കാണുന്നവർക്ക് എന്തും പറയാം എന്നുള്ളൊരു സാധനം മാത്രമാണ് ഉള്ളത്. അനുഭവിച്ച നിങ്ങളും മക്കളും പിന്നെ ചേട്ടനും ഒക്കെ ആണല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ പറയുമ്പോഴേ എന്റെ പല വീഡിയോസിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവരെപ്പോ വന്നാലും ദാരിദ്ര്യം പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദാരിദ്ര്യം പറയുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വാക്കുകൾ കേട്ട് അറിയാൻ പറ്റും. അയ്യോ എനിക്ക് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ് ഇന്ന് വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക? പക്ഷെ ഇല്ലായ്മയിൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ എപ്പോഴും ഓർമ്മയിലുണ്ടാവും. എൻ്റെ ഇല്ലായ്മ കാലത്തുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മറന്നു പോകുകയില്ല. അത് എത്ര നന്നായി എത്ര ലെവലിൽ ചെന്നാലും ശ്രുതിയായിട്ടായിരിക്കും. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ 10 പേര് തിരിച്ചറിയുന്ന ഇവിടെ ഷോ കാണിക്കാം. എൻ്റെ ആവശ്യമില്ല. ഞാൻ എന്തായിരുന്നു, ഞാൻ ആ ഒന്നില്ലായ്മ തന്നെയാണ്. ആ മനസ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ. അതിന് അപ്പുറത്തോട്ടൊന്നും ശ്രുതി വളരില്ല. എല്ലാവരും ചോദിക്കും, ശ്രുതി നിനക്കിപ്പോൾ അത്യാവശ്യമൊക്കെ സെലിബ്രിറ്റി ആയിരുന്നു, നിനക്ക് ഇച്ചിരി മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇച്ചിരി മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ മുടി ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് വെക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്നെ ഒത്തിരി ബ്യൂട്ടി പാർലറിനൊക്കെ വിളിച്ചാണ് ചെയ്യാൻ. ഞാൻ ചെയ്യാഞ്ഞിട്ടാണ്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ പിറ്റ് ചെയ്താൽ ഞാനില്ലാതായി പോകും. എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ എന്താണോ അങ്ങനെ എനിക്ക് ശരിക്കും വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയാണ് ശ്രുതി ചേച്ചി എന്ന് പറയുന്നത്. എനിക്ക് ചേട്ടനോടാ ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഒന്ന് ഒളിച്ചു നിൽക്കുക എല്ലാം ശ്രുതി പറയട്ടെ എന്ന് വെച്ചാൽ എന്താ ചേട്ടാ പറയാനുള്ളത്? കാരണം ഇവിടുത്തെ ഒരു കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക്. എന്താണ് ശരിക്കും പറയാനുള്ളത്? ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു. ആദ്യം പോലെ ഞാനിവിടെ വിളിച്ചിട്ട് വന്നിട്ട് വീട്ടുകാരൊക്കെ പ്രശ്നമായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നമുക്ക് പിന്നെ പോകാനായിട്ട് നിവർത്തില്ല. പെയിൻറ്റിങ്ങിന് പണിയാണ് എനിക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും വാടകയ്ക്ക് മാറാനായിട്ടൊന്നും നടപടിയാകില്ല. അങ്ങനെ തന്നെ മുറ്റത്ത് തന്നെ ഒരു ഷെഡ് വെച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. ആദ്യം ഓലപ്പുരയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷീറ്റൊക്കെ കൊണ്ട് റെഡിയാക്കി അങ്ങനെയായിരുന്നു. കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു. പിന്നെ ഇവർ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവളും ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോയി കഴിഞ്ഞ് അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുന്നു. മിച്ചമൊന്നുമില്ല, അങ്ങനെ പണിക്ക് പോവാം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനെ ഇരുന്നാണ് ഇവിടുന്ന് പോയി കോട്ടയത്തൊക്കെ പോയി. ഇവളുടെ വീടിനടുത്ത് പോയി താമസിച്ചു കുറച്ച് നാൾ. അത് കഴിഞ്ഞ് വീട്ടുകാർ പിന്നെയും വന്ന് 3-4 പ്രാവശ്യം വിളിച്ചും അങ്ങനെയൊക്കെ. പിന്നെ വന്ന് ഇവിടെ വന്ന് താമസിച്ചപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയത്. ഓഡിഷൻ കാണാൻ പോയതാണ് ആള്. പിന്നെ അവിടെ ചെന്നപ്പോ അവര് നമ്പർ മേടിച്ച് തിരിച്ച് ഇവിടെ ഈ പറമ്പില് തൊഴിലുറപ്പിന്റെ പണിക്ക് നിൽക്കുമ്പോഴാണ് വിളിച്ചത്. അങ്ങനെയാണ് പോയി കണ്ട് പിന്നെ പ്രോഗ്രാം ചെയ്ത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ബമ്പർ കിട്ടി. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ബമ്പർ അടിച്ചത് വൈറലായതെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം നമുക്ക് ടച്ച് ഫോണായിരുന്നു, ഇതൊന്നും ഇല്ലാത്തത്. ഞാൻ എന്റെ പ്രോഗ്രാം ഒന്നും അങ്ങനെ വൈറലായൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ 2ാമത്തെ ഷെഡ്യൂളിൽ ചെല്ലുമ്പോഴാണ് ഈ സാധനം ഇത്ര ഹിറ്റായി വൈറലായി വരുന്നു എന്ന് ഞാൻ അറിയണത്. പക്ഷേ എന്തോ ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടുത്തെ ഏറ്റവും ചെറിയ ഒരാൾ എനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി ആദ്യമേ ഇറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് ശ്രുതി ചേച്ചി ഇത്രയും നാളും വന്നോണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു 1 ടൈം ഒരാൾക്ക് മാത്രമേ അല്ലേ നടക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. അങ്ങോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. കാരണം നടക്കുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്ന ഒരു വഴിയാണിത്. അപ്പൊ ഇവിടുന്ന് രാത്രിയൊക്കെ എങ്ങനെയാ ചേച്ചി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പോവാ? ആണ് ഭയങ്കര വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് പോകുന്ന റിസ്ക് ആണ്. പിന്നെ സുഖമില്ലാതെ തീർന്ന് അടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കാരണം ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ഇരുട്ട് പിടിച്ചൊരു സ്ഥലം ആയിരിക്കും ഇല്ല രാത്രി ആയി കഴിഞ്ഞാല്. പിന്നെ ഗ്യാസ് ഒക്കെ ചുമന്നിട്ട് വരാനൊക്കെ ഭയങ്കര വണ്ടിയൊന്നും വരില്ല ഇങ്ങോട്ട്. അതെ, അയ്യോ ഭയങ്കര റിസ്ക് ആണ് ഇവിടുത്തെ. പിന്നെ ഞാൻ ഈ പ്രദേശം കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞെട്ടിപ്പോയി. ഞാൻ മറ്റേ അനക്കോണ്ട സിനിമയ്ക്കകത്തുള്ള ഒരു പ്രദേശം. ഞാനില്ല നടന്നൊക്കെ പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചില സമയത്ത് ആദ്യം വന്ന സമയത്ത് പ്രായമില്ലല്ലോ, ബുദ്ധി വളർച്ച ഇല്ലാത്ത സമയമായതുകൊണ്ട്
ഇവിടെ വരുമ്പത്തേക്കും പേടിച്ചൊക്കെ പോവായിരുന്നു. എത്ര വയസ്സിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്? 16 വയസ്സ്. 16 വയസ്സിലേക്കാണ് ഇങ്ങോട്ട് കുടി കയറിയത് കേട്ടോ. ശരിക്കും ഇതൊരു തുരുത്തല്ല. പിള്ളേരിപ്പൊ ഒരു അറിവില്ലാത്ത ബുദ്ധിയില്ലാത്ത പിള്ളേരെ മക്കള്. ശരിക്കും ഒരു തുരുത്താണല്ലേ. ഭയങ്കര നമുക്ക് ഇങ്ങനെ പോകാനുള്ള നിർവാഹം ഇല്ല. രണ്ടുപേർക്കും ഒരു സമയത്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് അതൊക്കെ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചു കയറുന്നത് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതെ, ചതുപ്പാണ്. ഈ വന്ന് ഈ പായല് കിടക്കുന്നില്ലേ, കപ്പപ്പോള കേട്ടോ. ഈ പായല് കപ്പപ്പോള ഇത് ഉപ്പില്ലാത്ത സമയം ഭയങ്കരമായിട്ട് തളുത്ത് നല്ല പച്ചപ്പരിക്കും. പൂവൊക്കെ ഒരു വൈലറ്റ് കളർ പൂവൊക്കെ ഉണ്ടാകും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ ഉപ്പ് വന്നു കഴിയുമ്പോ ഇതുപോലെ ചീഞ്ഞ് സാധനം ഇരിക്കുവാണ് ചെയ്യാറ്. ഇപ്പൊ കുട്ടികൾക്ക് മഴ സമയമാകുമ്പോ എന്താ ചെയ്യാ? സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ ചെയ്യാ? എന്താ മോനെ ചെയ്യാറുള്ളത് സ്കൂളിലൊക്കെ പോണ സമയത്ത്? ഇങ്ങനെ പോണതൊക്കെ എല്ലാം പോകുമ്പോ ചെളിയൊക്കെ പറ്റുവാണ്ട് ഞങ്ങൾ അപ്പുറത്ത് പോയിരുന്ന് കാലൊക്കെ കഴിവ്. അതൊക്കെ ഇപ്പൊ പറയുമ്പോ സങ്കടം വരും. ശരിക്കും നമുക്ക് നല്ല ചെരുപ്പ് ഡ്രസ് ഒന്നും ഇടാനുള്ള യോഗമില്ല ഇവിടെ താമസിക്കുമ്പോൾ. കാരണം എപ്പോഴാണ് ചെളി, എങ്ങനെയാണ് ചെളി. 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട് ചെളി പറ്റിയിട്ട് വീണ്. ആണോ? പിന്നെ 2 പ്രാവശ്യം ഒരാൾ കാലൊടിച്ചിട്ടുണ്ട്, കൈ ഒടിച്ചിട്ടുണ്ട് ഇവിടെ വീണ്. അങ്ങനെ ലാസ്റ്റ് എന്റെ ഡിസ്ക് പൊട്ടിയോട് കൂടി നമ്മളെടുത്ത് വാഴിച്ചു നിർത്തി. ആണ്. കാരണം എല്ലാം ചിരിച്ചുകൊണ്ട് പറയുമെങ്കിലും ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്റെ കൂടെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ഇമോഷണൽ ആണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അറിയത്തുള്ളൂ. എനിക്ക് എല്ലാരെയും പോലെ ഇങ്ങനെ വന്നിട്ട് അയ്യോ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മഞ്ഞ കൂട്ടി പറയുന്നതാണ്. ആണ്. കാരണം അത് എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരുന്നു. കാരണം അത് ചേച്ചി കയ്യിലിടുന്നയാണോ അതോ ചേട്ടന്റെ മാനം പോയ ഒരു കഥയായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. എന്താ ചേട്ടാ ആ സ്കിറ്റ് കണ്ടപ്പോ തോന്നിയത്? ഞാനല്ല കണ്ടന്റ്, അതുകൊണ്ട് പിന്നെ ഞാൻ മൈൻഡിയില്ല. അല്ല ചേട്ടാ, എല്ലാരും പറയും എന്തിനാ. അപ്പൊ ഞാൻ കഴിച്ച ഫേസ്ബുക്കിൽ തന്നെ കമന്റ് നോക്കിയപ്പോ പറയുന്നു, നീ എന്റെ ഭർത്താവല്ലേടി അത്, നീ എന്നിട്ട് ഇവന്റെ കൂടെ തന്നെ അല്ലേ ജീവിക്കുന്നത്, ഇത്ര വൃത്തികേട് അവനെ പറ്റി പുറത്ത്. ഈ വൃത്തികേട് ഈ മനുഷ്യൻ തന്നെയാ പറഞ്ഞു തരുന്നത്. ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് എനിക്ക് പറഞ്ഞു നടക്കാൻ പറ്റുമോ ഇത് എന്റെ കെട്ടിയോളുണ്ടാക്കി തരുന്ന കണ്ടന്റാണ്. ശരിക്കും ആ ലൈവിൽ വന്ന് മുണ്ട് പറിച്ചു കൊടുത്തു, പക്ഷെ ആരും കണ്ടില്ല. പക്ഷെ കണ്ടോന്നാക്കി. അത് ഈ മനുഷ്യൻ പറഞ്ഞു. അപ്പൊ അത് ശരിക്കും അത് ഇൻസിഡന്റ് നടന്നു. ബട്ട് അതിൽ കുറച്ചൊക്കെ മസാല ചേർത്ത് ചേച്ചി ഇറക്കി എന്ന് മാത്രമേ. ഞങ്ങളവിടെ ഞങ്ങൾക്ക് ഓൾറെഡി വീടിന്റെ അവിടെ ഒരു പൈപ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ എടുക്കാൻ സാക്ഷ്യമില്ല, എടുപ്പിക്കൂലായിരുന്നു. അപ്പൊ നമുക്ക് വെള്ളം കിട്ടില്ല. ഇത്രയും ഒരു അവസ്ഥ ആയിട്ട് പോലും അവിടെ ഇല്ല, എടുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വരും. ഇവിടെ ഇത് പൊതുവായി പണി, ഇത് നമുക്ക് കുത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുടത്തിലും എളിയിലും തലയിലും വെച്ച് ചുമക്കും അങ്ങോട്ട്. എങ്ങനെയാ ചേച്ചി ഈ ഒരു വഴി കൂടി വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നേ? പിന്നെ ഈ വെയിലത്ത് തീ കുറച്ച് വെയിലത്ത് പാടുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാന് ഇതുപോലെ പണി ചെയ്തിട്ട് വന്ന ഒരാളായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിസ്ക് പിടിച്ച ഇടപാടല്ലായിരുന്നു. ഞാൻ വീട്ടിലും വെള്ളം കോരിയെടുക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ പ്രദേശങ്ങളിൽ നടന്നിട്ടില്ല. നല്ല സ്ഥലത്തെ പണി ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒന്ന് ചെളിക്കകത്ത് പൂണ്ട് ചെയ്യാൻ പഠിച്ചത് ഇവിടെ വന്നു. ശരിക്കും ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് പോവാണെങ്കിൽ മടിക്കത്തില്ലേ? കാരണം ഈ ഒരു വഴി ആൾക്കാരും കൂട്ടുകാരൊക്കെ വരുമ്പോ എനിക്ക് എന്തോ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കതൊക്കെ നല്ല വീടില്ല, പിന്നെ ഈ ചെളിയൊക്കെ അല്ലേ. എന്റെ വീട്ടിൽ നിന്നൊക്കെ ആങ്ങളൊക്കെ വരുമ്പോ നമ്മള് മറ്റേ ഓരോ ഷിമ്മിക്കിറ്റില്ലേ, അതൊക്കെ കാലിട്ട് ഇങ്ങനെ കെട്ടി വെച്ചോണ്ട് നടക്കുന്നത്, അല്ലാതെ കാല് വെച്ച് നടക്കൂല. അത്രയും അവസ്ഥയാണ്. എന്താ മോനെ പറയാനുള്ളത്? കാരണം നിങ്ങളൊക്കെയാണ് ഈ വഴി കൂടെ ഒക്കെ പോവും വരും ഒക്കെ ചെയ്യുന്ന കുട്ടികള്. സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കാനൊന്നും പറ്റിയ വഴിയില്ല, തെന്നിയൊക്കെ വീഴുമായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. വരൂന്ന് പറയുമ്പോ ഞങ്ങൾ പറയാൻ വരണ്ടെന്ന്. ഇങ്ങനെ ചെളിയായോണ്ട് ഞങ്ങളും വരണ്ട, ഞങ്ങളുണ്ടാവില്ലെന്നൊക്കെ പറയുന്നത് ആണ്. വീട്ടിലുണ്ടായിട്ടും ഇല്ലാന്ന് പറയും. ഞങ്ങളില്ലെന്നൊക്കെ പറയും. എന്റെ മക്കളെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ പെയിന്റ് അടിച്ച് വീട്ടിൽ കിടക്കണം. ഇവിടെ കിടക്കുമ്പോ കൂട്ടുകാരൊക്കെ വീട്ടിൽ ചെന്നിട്ട് വരുമ്പോ പറയും, അതൊക്കെ പ്രകാരം. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവക്കാരായ, ഇന്നത് വേണമെന്ന് പറഞ്ഞ് ഇന്നും ഓരോ വാശി പിടിച്ചിട്ടില്ല. അല്ല എനിക്കത് വേണമ്മ, അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ കുഞ്ഞായിരുന്നു പോലും, ഒരു ഉത്സവപ്പറമ്പിൽ പോയാൽ പോലും ഒരു ബജ്ജി വേണമെന്ന് പോലും പറഞ്ഞ് കരയോ ചോദിക്കുകയോ ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്? ഈ അമ്മ അച്ഛനും കൂടെ പണി ചെയ്തിട്ട് പിന്നെ അതിന്റെ ഒരു വിഷമം എനിക്ക് വേറൊരു സ്ഥാനത്തേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ പ്രൊഡക്ടമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒന്ന് വീണായിരുന്നു ഇവര്. ഒരാളവിടെ വീണിട്ട് കൈക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. ഞാൻ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇതിൽ ഓടിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എൻ്റെ മക്കളെ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ദിവസം അതാണ്. അപ്പോൾ വീട്ടിൽ വന്നു. അന്ന്
കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസമായിട്ടും കൈ അനക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് വേറെ പ്രശ്നം. അപ്പം പിറ്റേ ദിവസം 2 ദിവസമായപ്പോൾ ഇവിടെ ഫുള്ള് നീരായി, ഒരു വശം മൊത്തം നീരായി. അങ്ങനെ എന്താണെന്ന് അറിയാൻ പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത്, എക്സ്റേ എടുത്തപ്പോൾ 2 അസ്ഥി വട്ടം ഒടിഞ്ഞിരിക്കുന്നു. ആ വേദന അവർ കടിച്ചു പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു. കാരണം ആ സമയത്ത് രജിസ്റ്ററി പണിയില്ലായിരുന്നു. എനിക്കും ഞാനൊരാൾ പോയിട്ടാണ് വീട്ടിൽ ആ സമയത്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ ഇല്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തുകൊണ്ടാണ് മോനെ ഇത് ഇത്രയും വേദന സഹിച്ചിരുന്നത്, എന്തുകൊണ്ടാണെന്നും പറയാനെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മക്കളെ ഡോക്ടർ പറഞ്ഞൊരു വാക്ക്, എൻ്റെ അമ്മച്ചാക്ക് കാശുണ്ടായിരുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. ആണോ? അങ്ങനത്തെ മക്കളായിരുന്നു, അത്രയും വരെ സഹിക്കുന്ന മക്കളായിരുന്നു. ആണ്. കാരണം അവർക്ക് തോന്നുന്നു ചേച്ചിയുടെ അവസ്ഥ ഏറ്റവും കണ്ട് മനസ്സിലാക്കിയ മക്കളാണ് ഇവര്. അത് തന്നെ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയാൻ, അല്ലേ? നിങ്ങൾ ആ വഴി കാണുമ്പോൾ മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലേണ്ടതെന്ന്. ഞാൻ വീഴുന്നാ തോന്നുന്നു. ഞാൻ വീടല്ലേ തൊടിക്കണ, ഞാൻ വന്നെ വഴിക്കണം. ആ സാധാ ചവിട്ടും ഇപ്പൊ താഴില്ല, കാല് കയറ്റി ചവിട്ടും. ഇവിടെ നടക്കാൻ ഒരു ട്രിക്കുണ്ട്. ഇവിടെ കാരണം മറച്ച്. ഓക്കേ, ഇതാണ് ശരിക്കും ഇത്രയും നാളും ചേച്ചി ജീവിച്ച സ്ഥലം എന്ന് പറയണത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ഈ നിലത്തോട്ടൊന്ന് നോക്കിയേ, കാല് ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് പോവും. ആ ഒരു അവസ്ഥ. ഇത് കുറച്ചും കൂടി വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇവിടെ താമസിക്കണം എനിക്കറിയില്ല. അത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ചെരുപ്പൂരാം. ആണോ? ശരിക്കും ലൈറ്റ് ഇല്ലല്ലോ അല്ലേ? അത് ഇന്ന് പറയാം. ഞങ്ങള് കൊണ്ടുപോകും. ദേ ഇവളെ കൊണ്ടുപോയി, ദേ ഇവളെ ക്യാമറന്ന് എടുത്തെല്ലാം കട്ട് ചെയ്തവളെ കട്ട് ചെയ്യട്ടെ. ഈ വീടിനുള്ളിലെ അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ ഇപ്പൊ നിർവാഹമല്ലേ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഇതിനുള്ളിലേക്കുള്ള അല്ലേ വെട്ടമില്ല. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. ഇത് ഫുൾ കവർ ചെയ്തേക്കുന്നുണ്ടെങ്കിലും ലൈക്ക് എന്തെങ്കിലും അല്ലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒട്ടും സേഫ് അല്ല ഈ വീട്. എന്നിട്ട് എങ്ങനെയാണ് ചേച്ചി ഇവിടെ കിടന്നത്, എങ്ങനെയാണ് ഈ മക്കളെ കൊണ്ട് എത്ര സുരക്ഷിതമാണ് എന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ആകെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ കിടന്നു ഈ 3 മക്കളെയും കൊണ്ട് ഇവിടെ? എന്നെ മറ്റേ പുള്ളിയാ പറഞ്ഞത് മൊത്തം വ്യാന്ത്രികമാ. കാരണം നമുക്ക് പോകാനുള്ള ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ കിടന്നാ പറ്റാത്ത വേറെ ഓപ്ഷൻ നമുക്കില്ല. ഇല്ല. ശരിക്കും ഈ വീടിനുള്ളിലാണ് ഇവരുടെ ബെഡ്റൂം, ഇവിടെ വാഷ്റൂം ആണെങ്കിലും അല്ലേ, അത് ഇങ്ങോട്ടേക്കാണെങ്കിലും ഈ നടന്നു പോകുന്ന രീതി അല്ലെങ്കിൽ ഈ വീടിനുള്ളില് ഈ പൊടി കുഞ്ഞുണ്ട്, ഇവളെയും കൊണ്ടാ ഇവിടെ കിടന്നെ. എങ്ങനെയാണ് ഈ വീട്ടില് താമസിച്ചേ? എങ്ങനെയാ? സൂപ്പറാന്ന് പറ. ഈ വീട് ഇഷ്ടാണോ മോന്? ആണോ? അയ്യോ, അവൾക്ക് ഒന്നാമത് അല്ലേ ഒന്നും അറിഞ്ഞു വരുന്ന പ്രായമല്ല. അപ്പൊ എല്ലാം ഒരു കളിയുടെ ഒരു ചേച്ചി. അപ്പം ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അസുഖമൊന്നും പിടിക്കില്ല. അസുഖം ഉണ്ട് അങ്ങനെ കെട്ടിക്കിടക്കുന്നു. പിന്നെ ഒരു ഒറ്റ ഉപകാരം വെച്ചാൽ വേലിയേറ്റം വേലിയിറക്കൊന്നും പറഞ്ഞ് കിടക്കൂല. ഈ വന്ന വെള്ളം പോകും, അപ്പൊ കെട്ടിക്കിടക്കുന്നില്ല, പോയി വന്ന് നിൽക്കുന്ന വെള്ളം. അതുകൊണ്ട് ഒരു സമാധാനം. പക്ഷെ ഞങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഏരിയ അരൂരുണ്ടെന്ന് അറിയുന്നത്, ആൾക്കാരറിയുന്നത്. ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടെന്ന് ആൾക്കാരറിയുന്നത്. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത്രയും കേറിയില്ല. നമ്മളന്ന് വലിയ റീച്ച് ഒന്നും ഇല്ലാത്ത സമയല്ലേ. ഇവിടെ റോഡാണ് വേണ്ടത്, അധികാരികൾ എണ്ണ തുറക്കേണ്ട റോഡാണ് ഇവർക്ക്. ഞങ്ങൾ വലിയ കണ്ടെയ്നർ വേണ്ട റോഡ് ഒന്നും അല്ല ചോദിക്കുന്നത്, നടപ്പാതെ മര്യാദക്ക്. ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഒരു എടുത്ത് നടന്നു പോകാനുള്ളൊരു വഴിവിളക്ക്. ശരിക്കും ഇത് കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനു വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് മനസ്സിലാവുക ഈ ഒരു വഴി കൂടെ എങ്ങനെയാണ്. ഇതുപോലെ എത്ര മക്കളുണ്ടാവും അല്ലേ? ഇവിടെ 6 വീട്ടുകാരുള്ളത്, 6 വീട്ടില് 9 പിള്ളേരുള്ളത്. ആണ്.
ഓക്കെ, അപ്പം അങ്ങനെ ഒരു അവസ്ഥ കേട്ടോ ഇത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അത്രയും നല്ലതെന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കാരണം ഇത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയാണ് ശരിക്കും. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് അവിടെ കിടക്കാമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. കിടന്നാലോ? ബാ. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ആ വഴികൾ, അല്ലെങ്കിൽ ചേച്ചി വളർത്തിയ വഴികളൊക്കെ അവർക്ക് അറിയുന്ന 2 മക്കളാണ്. അല്ലെങ്കിൽ ഇളയാൾ വളർന്നു വരുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം കുഞ്ഞിതാണ് അല്ലേ? 2 പേരും കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് റൂം കൊടുത്ത 2 പേർക്കും കൊടുക്കേ. ശരിക്കും ആരാവാൻ ആഗ്രഹം? അങ്ങനെ ചോദിച്ചാ ഡോക്ടർ ആകണമെന്നുണ്ട്. ഉണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ മക്കൾ എങ്ങനെയാണ്? അത്യാവശ്യം ആവറേജ്. പക്ഷേ ഇനി പഠിക്കുന്നത് നന്നായിട്ട്. കാരണം ഈ അമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ നോക്കുകയാണ്. അപ്പൊ 2 പേരും നന്നായിട്ട് പഠിച്ച് 2 പേരും, ഒരാൾക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു, ഒരാൾക്ക് എന്താ വേണ്ടേ? പൈലറ്റ് ആവണമെന്നാണ്. അപ്പൊ 2 പേരുടെ ആഗ്രഹം നടക്കട്ടെ. അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചോദിച്ച് അറിയാനും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.